വനംവകുപ്പ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. ഇത്രയധികം ഭൂമി, അതിനപ്പുറത്തേക്ക് ഈ മനുഷ്യരുടെ ദുരിതം ഇത് കാലങ്ങളായി തുടരുന്നു. ഇനി എന്തെങ്കിലും ഇതിലൊരു സാധ്യത, നേരത്തെ ശ്രീ പൗരൻ പറഞ്ഞതുപോലെ ഇതിൽ സിസ്റ്റത്തിൻ്റെതായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിലാണ് ഇത്രയധികം ബാധിക്കപ്പെടുന്നത്. അതിൽ എന്തെങ്കിലും ഒരു മാറ്റം ആ സിസ്റ്റം ഏതെങ്കിലും രീതിയിൽ ഡെവലപ്പ് ചെയ്യാനുള്ളൊരു സാധ്യത താങ്കൾ കാണുന്നുണ്ടോ? വനംവകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഞാൻ അല്പം പോലും പ്രതീക്ഷിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഈ പറയുന്ന മിച്ചഭൂമി കൊടുക്കുന്ന ഭൂമി റവന്യൂ ഭൂമിയാണ്. വെസ്റ്റിംഗ് ആൻഡ് അസൈൻമെൻറ്റ് ചെയ്ത സമയത്ത് ഈ റവന്യൂ ഭൂമി വെസ്റ്റ് ചെയ്തതിന് ശേഷം വനംവകുപ്പിൻ്റെ കൈവശം താൽക്കാലികമായി കൊടുത്ത ഭൂമിയാണ്. അതിൽ നിന്നാണ് ഈ പറയുന്ന 3-4 സെൻറ്റ് ഗവൺമെൻറ് തന്നെ ഈ സ്ഥലമില്ലാത്ത, താമസ സൗകര്യമില്ലാത്ത ആൾക്കാർക്ക് വീട് വയ്ക്കാൻ വേണ്ടിയിട്ട് 4 സെൻറ്റ് 3 സെൻറ്റ് കൊടുക്കുന്നത്. അതവനെ തിരിച്ചു പിടിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചിന്തിക്കുക അല്ലാതെ അവർക്ക് വിട്ടുകൊടുക്കാനുള്ളൊരു വനംവകുപ്പ് എന്ന നിലപാടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പോൾ കിട്ടണമെങ്കിൽ തന്നെ കോടതിയെ സമീപിക്കുക അല്ലാതെ വേറെ വഴിയില്ല. അതുപോലെ നിയമനിർമ്മാണം തന്നെ അത്യാവശ്യമാണ്, അത് വേണ്ടി വരും. എന്നാലേ ആ പ്രശ്നത്തിന് ഒരു പരിഹാരമാവുള്ളൂ. സിസ്റ്റം ശരിയില്ല എന്നുള്ളതാണ് ശരി. യെസ്, അത് തന്നെയാണ് ശ്രീ പി ബി അൻവർ. അത് കറക്റ്റ് വാക്കാണെന്ന് എനിക്ക് തോന്നുന്നു. സിസ്റ്റം ആണ് പ്രശ്നം. അതുമല്ല, രണ്ട് വകുപ്പുകൾ തമ്മിലുള്ള ഈ പറഞ്ഞ ബന്ധം അധിക നാൾ നീണ്ടുപോയാൽ എന്ത് സംഭവിക്കും? കേരളത്തിൽ ഈ പറഞ്ഞ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വനത്തോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലങ്ങളിൽ താമസിക്കുന്ന മനുഷ്യർക്ക് ഇപ്പോൾ പറഞ്ഞില്ല, ആധാരം, പട്ടയം, ഇതൊക്കെയാണല്ലോ ഒരു ഭൂമിയുടെ അടിസ്ഥാന രേഖകൾ. ഇതൊന്നും ഇവർ അംഗീകരിക്കുന്നില്ലല്ലോ. നിലമ്പൂരിലൊക്കെ തന്നെ 1970-കൾക്ക് മുമ്പ് പട്ടയം കിട്ടിയ 50-60 വർഷം കൃഷി ചെയ്യുന്ന ആ പറമ്പിൽ പോയി നോക്കിയാൽ കാണാൻ പറ്റും നമുക്ക് 60-70 വർഷം പഴക്കമുള്ള തെങ്ങുള്ള കൃഷിഭൂമികൾ. ഇതൊക്കെ അവർ കയറി പിടിക്കല്ലേ. അപ്പോൾ ജനങ്ങൾ പറയുന്നു ഞങ്ങളിതാ 1970 കിട്ടിയ പട്ടയാണ്, ആധാരമാണ്. ഞങ്ങൾക്കതൊന്നും കാണണ്ടില്ല, ഞങ്ങളുടെ രേഖയിൽ ഇത് വനമാണ് എന്ന് അവരങ്ങ് തിട്ടൂരം ഇറക്കുന്നു. ബലം പ്രയോഗിച്ച് ഇവരെ ഇറക്കി വിടുന്നു. നിങ്ങൾ വേണമെങ്കിൽ കോടതി പോയിക്കോ എന്ന് പറയുന്നു. ഇതെന്ത് നിയമമാണ്? ഇത് എന്ത് കാട്ടുനീതിയാണ്? ഇത് വെള്ളരിക്ക പട്ടണത്തിനല്ലാതെ ലോകത്ത് എവിടെയെങ്കിലും നടക്കുമോ? 40-60-70 വർഷമായി അവനാം ഉപയോഗിച്ചിരുന്ന കൃഷിക്കാരുടെ ഭൂമി നാളെ രാവിലെ വന്നിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പറയാണ് ഇനി ഇവിടെ നികുതി എടുക്കരുതെന്ന് ഒരു ഷീറ്റ് എഴുതി കൊടുത്താൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് നികുതി എടുക്കുന്നില്ല. അപ്പോൾ അത് എഴുതി കൊടുക്കാനുള്ള അവകാശം യഥാർത്ഥത്തിൽ ഭൂമിയുടെ അവകാശം തീരുമാനിക്കേണ്ട റവന്യൂ ഡിപ്പാർട്ട്മെന്റിനോട് ഫോറസ്റ്റ് കൽപ്പിക്കുകയാണ്. ആ കൽപ്പന അനുസരിക്കുന്ന എന്താ പറയുക ഒരു ഡിപ്പാർട്ട്മെന്റായി റവന്യൂ മാറിയാൽ ഇവിടെ ഭൂമിയുടെ അവകാശം ആരാ തീരുമാനിക്കുക? ഇത് ഗവൺമെന്റ് ഇടപെട്ടിട്ട്, ഗവൺമെന്റാണ്. റവന്യൂവിന്റെ അധികാരം എന്താണ്? ഭൂമിയുടെ ഓണർഷിപ്പ് തീരുമാനിക്കുന്നതിൽ ഫോറസ്റ്റിന്റെ അധികാരം എന്താണ്? അത് കൃത്യമായി സ്പെസിഫൈ ചെയ്യണം. അത് സ്പെസിഫൈ ചെയ്യാത്തിടത്തോളം കാലം കേരളത്തിലെ ഏത് ഭൂമിയും ഇവർക്ക് എൻക്രോച്ച് ചെയ്യാം. സർക്കാർ ഏത് മിച്ചഭൂമി കൊടുത്തിട്ടുണ്ടെങ്കിലും അവർ പിടിച്ചെടുക്കും. നമ്മളെല്ലാം ജീവിക്കുന്ന നമ്മുടെ പാടവും പറമ്പും നാളെ ഞങ്ങളുടേതാണെന്ന് ഫോറസ്റ്റ് പറഞ്ഞാൽ അല്ല എന്ന് പറയാൻ നമുക്ക് ഒരു വകുപ്പില്ല. സുപ്രീം കോടതി വരെ 100 കൊല്ലം കേസ് നടത്തുക. അത്ര മോശപ്പെട്ട ദയനീയമായ അവസ്ഥയിലാണ് ഈ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഇതൊരു ഗവൺമെന്റിന്റെ ഫെയിലിയറാണ്, സിസ്റ്റത്തിന്റെ ഫെയിലിയർ അല്ല. ഗവൺമെന്റിന്റെ ഫെയിലിയറാണ്. ഗവൺമെന്റാണ് ഇത് കറക്റ്റ് ചെയ്യേണ്ടത്. അതിനുള്ള അധികാരവും ധൈര്യവും റവന്യൂ മന്ത്രിക്കും ഗവൺമെന്റിനും ഉണ്ടാവണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ശരി, വളരെ നന്ദി ശ്രീ പി വി അൻവർ. ശ്രീ സിജോ,